മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ദില്ലി നിഗംബോധ് ഘട്ടിൽ നടന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, അല്പം മുമ്പാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്, അല്ലെങ്കിൽ രാജ്യം വിട നൽകിയത് അദ്ദേഹത്തിന്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അതുപോലെ പ്രധാനമന്ത്രിയും അടക്കമുള്ളവരെല്ലാം എത്തിയിരുന്നു അല്ലേ ആദരാഞ്ജലി അർപ്പിക്കാൻ? അതെ ശരത്, AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം നിഗംബോധ് ഘട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ നേതാക്കളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രമുഖ നേതാക്കളും കോൺഗ്രസിന്റെയും BJPയുടെയും അടക്കമുള്ള നേതാക്കളെല്ലാം നിഗംബോധ് ഘട്ടിലേക്ക് എത്തുകയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട്, എല്ലാ ആദരവും നൽകിക്കൊണ്ട്, ഒരു രാജ്യം ഒരു പ്രധാനമന്ത്രിയെ എങ്ങനെയാണോ വിട നൽകുന്നത് അത്തരത്തിൽ എല്ലാ സൈനിക ബഹുമതികളോടും കൂടി തന്നെയാണ് അദ്ദേഹത്തിന് നിഗംബോധ് ഘട്ടിൽ ഇപ്പോൾ അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന് അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരുന്നു നിഗംബോധ് ഘട്ടിൽ. അതോടൊപ്പം പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് അവസാനമായി അദ്ദേഹത്തിന് ആദരവ് നൽകിയാണ് രാജ്യം അദ്ദേഹത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് എക്കാലത്തും ഓർക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പിയായി തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഒരുപാട് തിളക്കമേറിയ അധ്യായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ലോകത്തിനു മുന്നിൽ ഒരു ആധുനിക സാമ്പത്തിക വ്യവസ്ഥയോടുകൂടിയുള്ള ഒരു ഇന്ത്യയെ തുറന്നിടാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ തുറന്നിട്ട ഒരു ക്രാന്തദർശിനി, അതോടൊപ്പം ദീർഘവീക്ഷണമുള്ള ഈ സാമ്പത്തിക മേഖലയിലടക്കം എത്തരത്തിൽ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ ഏത് നിലയിൽ ഉയർത്താൻ കഴിയും, അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും എക്കാലത്തും നടത്തിയിരുന്ന ഒരു നേതാവ്. സ്വാതി, ഈ പൊതുദർശനത്തിന് ശേഷം നിഗംബോധ് ഘട്ടിലേക്ക് മറ്റു നേതാക്കളും ഒക്കെ എല്ലാവരും എത്തുകയായിരുന്നോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ? AICC ആസ്ഥാനത്ത് ഏകദേശം 1 മണിക്കൂറാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. ആ പൊതുദർശനത്തിന് ശേഷം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തോടൊപ്പം തന്നെയും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെയും ആ വാഹനത്തിന് അനുഗമിച്ചുകൊണ്ടാണ് നിഗംബോധ് ഘട്ടിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ നിരവധി നേതാക്കൾ ആ വാഹനത്തോട് അനുഗമിച്ചുകൊണ്ട് തന്നെ നിഗംബോധ് ഘട്ടിലേക്ക് എത്തി. നിഗംബോധ് ഘട്ടിൽ എത്തി മറ്റ് സൈനിക ബഹുമതികൾ, മറ്റ് ആദരവൊക്കെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വിട നൽകുകയായിരുന്നു. നിഗംബോധ് ഘട്ടിലാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെയും എത്തിയത്. ഇന്നലെ വസതിയിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം വന്ന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് ഈ പൊതുദർശനത്തിന് ശേഷം നിഗംബോധ് ഘട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ അവിടേക്കും ഈ ദേശീയ നേതാക്കളൊക്കെ തന്നെയും ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലാണ് ഇനി മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. രാജ്യത്ത് ഇദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ 7 ദിവസത്തെ ദുഃഖാചരണം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിക്കുന്നു. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ വിയോഗത്തെ രാജ്യം ഒട്ടാകെ ഒരു ആദരവോട് തന്നെയാണ്. സ്വാതിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.